ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിലൂടെ എത്ര പേര് സെലക്ട് ചെയ്യപ്പെടും ബിഗ് ബോസിലേക്ക്? അതുകൂടാതെ ഇതെന്തുകൊണ്ടാണ് 12 മണിക്ക് സ്ട്രീം ചെയ്യുന്നത്? ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇത് കാണാനായിട്ട്. ഇത് എത്രയും നേരത്തെ കാണാനായിട്ട് ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ തുടർന്ന് കാണുക. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷെ ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതെങ്ങനെ കാണാൻ സാധിക്കും? ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാ ദിവസവും രാത്രി. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് എല്ലാം പുറത്തു വരുന്നു. ഇത് അതിനു മുമ്പേ സ്ട്രീം ചെയ്യുന്നുണ്ടോ? എങ്ങനെ നേരത്തെ ഇത് കാണാൻ പറ്റും? എത്ര മണിക്കാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്? പലരുടെയും കൺഫ്യൂഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല. ബിഗ് ബോസ് ഇപ്പോൾ ദിവസവും സ്ട്രീം ചെയ്യുന്നത് കാലത്ത് 12 മണിക്കാണ്. അത് കഴിഞ്ഞ് ഹോട്ട്സ്റ്റാറിൽ അപ്ഡേറ്റ് ആവും എപ്പിസോഡായിട്ട്. അതിനുശേഷം രാത്രി 9 മണിക്കാണ് ആ ഒരു എപ്പിസോഡ് TV-യിൽ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ എത്രയും നേരത്തെ ഈ ബിഗ് ബോസ് അഗ്നി പരീക്ഷ സീരീസ് കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ നേരത്തെ വെളുപ്പിന് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഇത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അത് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി 9 മണിക്കും സെയിം എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനെല്ലാം വളരെ പെട്ടെന്ന് ഞാനൊരു ഉത്തരം തരാം. ഇതെന്തായാലും ലൈവ് പ്രോഗ്രാം അല്ല. 12 മണി തുടങ്ങി 1 മണി വരെയുള്ള ഒരു 1 അവറിന്റെ പ്രോഗ്രാമാണ്. അതുകൂടാതെ ഇതിന്റെ കണ്ടന്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ 40 കോമണേഴ്സ് ഉണ്ട്. ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് നമ്മുടെ ടിക്കറ്റ് ഫിനാലയിലുള്ള പോലത്തെ ടാസ്കുകളായിരിക്കും. കുഞ്ഞു ടാസ്കുകളായിരിക്കും. ഇതിന് ഇവർക്ക് ഒരുപാട് പോയിന്റുകൾ കിട്ടും. അതുകൂടാതെ ജഡ്ജസിന് കുറച്ച് പേരെ പ്രിഫർ ചെയ്ത് പിക്ക് ചെയ്യാൻ സാധിക്കും. അവർക്ക് കുറച്ച് ഫേവറിസം എല്ലാം ചെയ്യാൻ സാധിക്കും. പിന്നുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇതിൽ നിന്ന് സെലക്ട് ആവും? ഇതിൽ നിന്ന് ഒരു 6 പേരെങ്കിലും സെലക്ട് ആകും. അവർക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടും. ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിലായിരിക്കും ഏറ്റവും കൂടുതൽ കോമണേഴ്സ് ഉള്ളത്. അതുപോലെ കോമണറിന് ജയിക്കാൻ ഏറ്റവും ചാൻസ് കൂടിയ ഒരു സീസൺ കൂടിയാണിത്. പിന്നെ ഇത് ലൈവ് പ്രോഗ്രാം അല്ല, ആകെ 1 മണിക്കൂർ നേരമുള്ള ഒരു പ്രോഗ്രാമാണ്. അത് കാണുക. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരവായില്ലേ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ കാര്യങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.